FRK വ്ളോഗ് പുതിയൊരു വീഡിയോ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗായ്സ്. പഴയതുപോലെ തന്നെ നമ്മുടെ കഥ പോപ്കണൊക്കെ ആയിട്ട് എല്ലാവരും റെഡി ആയിട്ടിരുന്നു. ഇത്തവണ കാർത്തിക് സൂര്യയെ പറ്റിയല്ല പറഞ്ഞിരിക്കുന്നത്, ഇത്തവണ ബംബിൾ മ്യൂസീഷ്യനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാവേ. ആണായാൽ പണിയണം, പെണ്ണായാൽ കനിയണം, ഞാൻ പാലിക്കുന്ന ഓരോ റൂൾസ്. തുടക്കം തന്നെ ഒരു പാട്ടുമായിട്ടാണ് പുള്ളിക്കാരൻ വന്നത്. അത് ആരെ ഊക്കിയതാണ്, എങ്ങനെയൊക്കെയാണ് ഊക്കിയതെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത്തവണത്തെ കഥയിൽ പുള്ളിക്കാരൻ നമ്മുടെ ഹംബിൾ മ്യൂസീഷ്യനെയും അതുപോലെ തന്നെ കാർത്തിക് സൂര്യയും ഉപമിച്ചിരിക്കുന്നത് തേൻ കുടിക്കുന്ന വണ്ടുകളായിട്ടാണ്. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. തേൻ കുടിക്കുന്നു, പറക്കുന്നു, പരാഗണം. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ കൺസെപ്റ്റ്. പുള്ളിക്കാരൻ പറയുന്നത് ഇവന്മാർ പോയി തേൻ കുടിച്ച പല പൂക്കളും പുള്ളിക്കാരനെ വിളിച്ച് പല കഥകളും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിനകത്ത് മെയിനായിട്ട് ബംബിളിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ബംബിളാണ് നമ്മുടെ KSനെ സോക്കാൾഡ് സൂര്യയെ നശിപ്പിക്കുന്നത്. ഇവർ കൊച്ചിയാണല്ലോ മെയിനായിട്ട് കണ്ടുമുട്ടുന്നത്. കൊച്ചിയിൽ നമ്മുടെ KSന് വലിയ ഒരു ധാരണകളൊന്നുമില്ല, പല സെറ്റപ്പുകളും അറിയില്ല. അന്നേരം ബംബിളാണ് കൊച്ചിയിൽ നമ്മുടെ KSന് തേൻ കുടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് കൊടുക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ഓരോ പൂക്കൾ വന്ന് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് നമുക്ക് സംഭവങ്ങളൊക്കെ മനസ്സിലായത്. അതായത് ബംബിൾ ബീ വന്ന് തേൻ കുടിച്ചിട്ട് പോയി എന്നുള്ളത്, അതുപോലെ ഹണി ബീയും പല അവസരങ്ങളിൽ തേൻ കുടിച്ച് പോയി എന്നുള്ളത്. ഇതിനകത്ത് പറയുന്ന ബംബിൾ ബി ആരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, ആ പേരിനകത്ത് ഉണ്ട്. പിന്നെ ഹണി ബി നമ്മുടെ KS ആണ് കേട്ടോ. പിന്നെ ഹണി ബി ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ് ഈ പുതിയ പൂവിനെ പറ്റി ബംബിൾ ബിയോട്. അളിയ, ഇതാണ് എൻ്റെ പുതിയ പൂവ്. അപ്പൊ ബംബിൾ ബി, ഓ എന്ത് ചെറുക്കാണളിയ. നമ്മുടെ കഥയിലെ ഹണി ബി ആരാന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഹണി ബി ഒരു പെണ്ണിനെ നമ്മുടെ ബംബിളിനെ കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അന്നേരം ബംബിൾ എടുത്ത വായിൽ പറയാണ്, എന്നാ ചൊരക്കാട ഇവളെന്ന്. സോ ഇതിനൊക്കെ തെളിവുണ്ടോ? അല്ലെങ്കിൽ ഇവരൊക്കെ ഒരു പബ്ലിക് ഫിഗർ അല്ലേ? ഒരു പബ്ലിക് ഫിഗർ ആ ഒരു പെണ്ണിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ഒരല്പം മാന്യമായിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പറയുമോ? അത് ഇച്ചിരി തള്ളിയതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അത്ര അങ്ങോട്ട് വിശ്വാസയോഗ്യമല്ല. അല്ലെങ്കിൽ ഫോൺ വിളിച്ച് അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസൻസ് ഇല്ലാതാണ് അത് പറയുന്നതെങ്കിൽ ഒരു പക്ഷെ നമുക്ക് വിശ്വസിക്കാം. വിളിച്ചിട്ട് പറയാണ്, എടാ ഇന്നവളെ എനിക്ക് സെറ്റായിട്ടുണ്ട്, അന്നേരം ഇന്നവൻ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണോ, അന്നേരം വേണേൽ അവൻ അവിടെ നിന്ന് പറയാം, എടാ എന്നാ ചരക്കാടാ ഇവളെന്ന്. ആ ഒരു രീതിയിൽ ചിലപ്പം ബോയ്സ് സംസാരിക്കാം. ഫ്രണ്ട്സൊക്കെ ആകുമ്പോഴത്തേക്ക് അതൊരു റിയൽ റിലേഷൻഷിപ്പ് അല്ല. അല്ലാതെ ഇങ്ങനെ കളി സെറ്റപ്പിൽ കൊണ്ടു നടക്കുന്നവന്മാരാണെങ്കിൽ അങ്ങനെ പറയാം. ഇതൊരു റിയൽ റിലേഷൻഷിപ്പാണ്, സ്വന്തം കൂട്ടുകാരൻ്റെ കാമുകിയാണ് അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം അവരുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നതെങ്കിൽ അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ പറഞ്ഞത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ല. നമുക്കറിയാൻ കഴിഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. ബംബിൾ ബി സ്ഥിരമായിട്ട് പരാഗണം ചെയ്യാനായിട്ട് ഇവിടെ കുറെ തോട്ടങ്ങൾ തപ്പി നടക്കുമായിരുന്നു. അപ്പൊ ബംബിൾ ബിക്ക് തോട്ടങ്ങളെ പറ്റി വളരെ വലിയ ഒരു വൊക്കാബുലറിയും ഒരു രജിസ്റ്ററിയും കയ്യിലുണ്ട്. ഓക്കെ, പുള്ളിക്കാരൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സോക്കാൾഡ് ബംബിൾ മ്യൂസീഷ്യൻ ഈ ആള് അത്യാവശ്യം കൊച്ചിയിലെ എല്ലാ സ്ഥലങ്ങളിലും എവിടൊക്കെ നല്ല ഫലഭൂഷ്ടമായ എണ്ണപ്പാടം ഉണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരൻ പോയി അവിടെ പരാഗണം നടത്തുന്നതാണ്. അന്നേരം നമ്മുടെ KS സോക്കാൾഡ് സൂര്യ കൊച്ചിയിൽ പുതുതാണ്. അന്നേരം പുള്ളിക്കാരന് ഈ പറയുന്ന എണ്ണപ്പാടങ്ങളെയോ അല്ലെങ്കിൽ ഈ തേൻ നുകരുന്ന തോട്ടങ്ങളെയോ പറ്റി വലിയ ധാരണയില്ല. അന്നേരം നമ്മുടെ ഹംബിൾ മ്യൂസീഷ്യനാണ് ഈ പറയുന്ന സൂര്യയെ അവിടെ കൊണ്ടുപോയി ഈ തേൻ മേടിച്ച് കൊടുക്കുന്നത് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞു വരുന്ന ഒരു കാര്യം. പക്ഷെ പുള്ളിക്കാരൻ ഇതൊക്കെ ഒരു എന്താ പറയുക, കഥ പോലൊരു ഫിക്ഷണൽ സംഭവം പോലാണ് പറയുന്നത്. പക്ഷെ കൊള്ളേണ്ടടുത്ത് കൃത്യമായിട്ട് കൊള്ളുന്നുണ്ട്. കുറച്ച് തെളിവും കൂടെ ഒക്കെ വെച്ച് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആൾക്കാർ കുറച്ചും കൂടെ ഒരു വിശ്വാസയോഗ്യമായി എടുത്തേനെ. പക്ഷെ ഇതൊക്കെ വെറും ആരോപണങ്ങളാവാൻ വേണമെങ്കിൽ ചാൻസ് ഉണ്ട്. വേണമെങ്കിൽ പുള്ളി തന്നെ മെനഞ്ഞെടുത്ത കഥയാവാനും ചാൻസ് ഉണ്ട്. പക്ഷെ പുള്ളി ഒരു വീഡിയോയ്ക്ക് അത് പറയുന്നുണ്ട്, സത്യസന്ധമായിട്ടാണ് ഇതിനകത്ത് ഈ പറയുന്നതെല്ലാം ശരിയാണ്, സത്യസന്ധമായിട്ടാണ് ഇയാൾ ഈ കഥകളെല്ലാം പറയുന്നത്, ഈ പറയുന്നതെല്ലാം 100% ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് പറയുന്നുമുണ്ട്. അത് വേറെ കാര്യം. കാർത്തിക് സൂര്യ എന്തായാലും ഈ പറഞ്ഞ ആരോപണങ്ങളോടൊന്നും പ്രതികരിക്കാൻ പോകുന്നില്ല. ഹംബിൾ മ്യൂസീഷ്യൻ ഈ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഒരു റിപ്ലൈ ആയിട്ട് വന്നാലായി. അല്ലാതെ കാർത്തിക് സൂര്യ എന്തായാലും പ്രതികരിക്കാൻ പോകുന്നില്ല. പ്രതികരിച്ചാൽ ചിലപ്പോൾ നാഗണ്ട കഞ്ഞി ആവേണ്ടി വരും. സോ അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ അത് പുള്ളിക്കറിയാം. അതുകൊണ്ടായിരിക്കും പുള്ളിക്കാരൻ പ്രതികരിക്കാതിരിക്കുന്നത്. ഇത്രയും വലിയൊരു ആരോപണങ്ങൾ കാർത്തിക് സൂര്യയുടെ മേലിൽ ഉണ്ടായിട്ട് പോലും
പുള്ളി പ്രതികരിക്കാതിരിക്കുന്നതിൻ്റെ കാരണം മേ ബി അത് തന്നെ ആയിരിക്കാം. എനിക്ക് തോന്നുന്നു ഈ ഹംബിൾ മ്യൂസീഷ്യൻ്റെ കല്യാണത്തിന് മുന്നേ നടന്ന കാര്യങ്ങളായിരിക്കും ഈ പറഞ്ഞത്. അതിനകത്ത് റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടും വേറൊരു പരിപാടി നോക്കി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. സോ എന്തായാലും നമുക്ക് നോക്കാം, ഹംബിൾ ഒരു വീഡിയോ ആയിട്ട് വരുമോ ഇല്ലയോ നോക്കാം. ഇയാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ആരെയും ക്രൂശിക്കാൻ പറ്റില്ല. ഹംബിളിൻ്റെ ഭാഗം എന്താണെന്ന് നമുക്ക് കേൾക്കാം. അവർ വരുവാണെങ്കിൽ മാത്രമേ കേൾക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എത്രത്തോളം കാലം ഇവർ മിണ്ടാതിരിക്കുന്നു അത്രത്തോളം കാലം നമ്മൾക്ക് വിശ്വസിക്കേണ്ടി വരും ഈ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു കഴമ്പുണ്ട് എന്ന്. ഈ വീഡിയോയിൽ FRK ചെയ്ത വലിയൊരു കാര്യമുണ്ട്. 15 മിനിറ്റ് വീഡിയോ തീർത്ത്. അത് വലിയൊരു അനുഗ്രഹമാണ്. സാധാരണ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെയാണ് പുള്ളിയുടെ മെയിൻ ഡ്യൂറേഷൻ. സോ അത് വലിയൊരു അനുഗ്രഹമായിരുന്നു കേട്ടോ. തെളിവുകൾ കൂടി വെച്ചിട്ട് പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായേനെ. പിന്നെ ഒരു പട്ടാമ്പിക്കാരൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നുണ്ട്. ആ പട്ടാമ്പിക്കാരൻ ആരാണെന്ന് എനിക്കോട് മനസ്സിലായില്ല. നിങ്ങൾക്ക് ആരെങ്കിലും ആ പട്ടാമ്പിക്കാരനെ അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക കേട്ടോ. സോ ഇതിനെപ്പറ്റി എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാലും കമൻറ്റ് ചെയ്യുക. സോ അത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ശരി, വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരുന്നതിന് പറ്റിയേക്കും. ഗുഡ് നൈറ്റ്, ബൈ ബൈ.